അതുകൊണ്ട് ശരി അടുത്ത് പോലെ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് കണ്ടമൊക്കെ ഒന്ന് പോയി കാണാം. നല്ല വെയിലാണ്, അപ്പോൾ ഒരു കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാളും കൂടെ വരാനുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞിക്കിളി. ഇനി ബാക്കി കണ്ടത്തിലെത്തിയിട്ട് കാണാം. കുട്ടീനെ കണ്ട് മര്യാദയ്ക്ക് നിന്ന് പട്ടിയാ ഇങ്ങനെയായിട്ട് നടന്ന് വെറുതെ എടുത്ത കേട്ടോ ഗായ്സ്. അപ്പോൾ വരുന്ന വഴിക്കൊരു മീൻ വണ്ടി കണ്ടു. ഞങ്ങളൊരു ചൂര വാങ്ങിച്ച്. അമ്മ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ സമയം എടുക്കാറായി, സ്ഥലം എടുക്കാറായി. ഗായ്സ്, ഞാൻ വീട്ടിൽ വെറുതെ ഒരു ചൊറിയും കുത്തിയിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനാണ് പെട്ടെന്ന് ഞാൻ ചോദിച്ചു, എന്നാ ചേച്ചി? ഞാൻ അതിന് പേടിച്ച് ഞാൻ തന്നെ ഉള്ളു വീട്ടിൽ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു നമുക്ക് കണ്ടെത്തി പോയാലോ എന്ന്. ഞാൻ ചേച്ചി ചോദിച്ചു. അപ്പോഴത്തേക്കിനും ചേച്ചി പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ശരിക്കും പറയാൻ പറ്റുമോ? ഇവിടൊക്കെ തന്നെ ഞാൻ പിറകിന് വന്നുകൊണ്ടിരുന്നതാ. ഇവിടൊക്കെ ടൂറിസ്റ്റുകാരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അമ്മ പറഞ്ഞത് എല്ലാം തന്നെ ഞാൻ പിറകിന് വന്നിട്ടുണ്ടിരുന്ന. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ജനിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. നമ്മൾ സ്ഥലം എത്തിയിരിക്കുകയാണ്. ആദ്യം പോകാൻ തീരുമാനിച്ചവിടെ ഫുൾ ആളാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അവസാനം നമുക്ക് അങ്ങോട്ട് പോകാം. മലയുടെ പൊക്കത്തൊരു ടവർ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് സൂം ചെയ്യുക. അത് കാണാൻ പറ്റുന്നുണ്ടോ? അത്ര ക്ലിയർ ആവുന്നില്ല ഈ ഫോണിൽ. ഈ വഴി നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെള്ളത്തിൻ്റെ ഒഴുക്കിൽ രൂപപ്പെട്ട കുറച്ച് കുഴികൾ പാറകളുടെ മേലെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിശ്രമിക്കാവുന്നതാണ്. ഇവിടെ പാറകളുണ്ട്. പിന്നെ ഊഞ്ഞാല് വേണമെങ്കിൽ ഒരു നാട. ഇവിടെ കൂടുതലും പാറക്കെട്ടുകളാണ്. നമുക്കിനി അങ്ങോട്ട് പോവാം. ആ മരത്തെ കയറി നമുക്ക് ആ മരത്തിൽ കയറി ഇരിക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു ഓണത്തിന് സെറ്റുചാരയൊക്കെ എടുത്ത് വന്ന് ഈ പാറയുടെ പൊക്കത്തിരുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല ചൂടാണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നല്ല തണുപ്പാണ്. പിന്നെ ആ മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് മാറിയിട്ട് കുറച്ച് കായ്കൾ കണ്ടു. ഒരു മഞ്ഞ നിറവും വെള്ള നിറവും. ഇനി ആ മഞ്ഞയുടെ തോട് വെള്ളം പൊട്ടി അങ്ങനെ വെള്ളം ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ഏത് മരത്തിൽ നിന്നൊന്നും എനിക്ക് അതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ കേട്ടോ. കുഞ്ഞിക്കിളിയുടെ സാഹസികത നമുക്ക് കാണാം. പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ ആ കുറച്ച് കാടിനുള്ളിലോട്ട് കയറിയിട്ട് ആ കുറുക്ക് വഴിയൊക്കെ ചാടി ഇറങ്ങി വരുന്നുണ്ട് ആ കാടിനുള്ളിൽ കൂടെ. എനിക്ക് അങ്ങനൊന്നും ചാടി വരാൻ പറ്റില്ല കേട്ടോ. ഇനി അബദ്ധം വെച്ചാൽ എൻ്റെ സമയദോഷം കൊണ്ടെല്ലാം പൊട്ടിപ്പായിട്ടും തീരുന്നു. വെള്ളം കുളികൊണ്ട് ആരും അങ്ങനെ കുളിക്കാനൊന്നും ഇങ്ങോട്ട് വരാറില്ല. ഇവിടെ ഞങ്ങൾ പണ്ട് കുളിക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതേപോലെ തന്നെ കുളിക്കാൻ സൗകര്യമുള്ള കുളങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി കൂടെ ഊർന്ന് കളിക്കുമായിരുന്നു പിള്ളേരൊക്കെ. ഞാൻ അതൊന്നും ഊർന്ന് കളിക്കത്തില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ഇതിനെ ചതുരക്കുഴി എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുവാണ്. ഇവിടുന്ന് എടുത്ത് ചാടുമായിരുന്നു പണ്ട്, പക്ഷേ ഇപ്പം ഞാൻ എടുത്ത് ചാടത്തില്ല. ഇതാണ് ഞങ്ങളുടെ കണഞ്ഞാങ്കുഴി. ഇവിടെ ഞങ്ങൾ എപ്പോഴും വരാറുള്ളത് ഇവിടെയാണ്. ഞാനൊക്കെ നീന്തൽ പഠിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകാം. ആദ്യം നമ്മൾ പോകാൻ തീരുമാനിച്ച സ്ഥലത്തോട്ട് പോകാം. ഈ ഒരു പാലമുണ്ട്. നമുക്ക് അല്ലാണ്ട് ആ റോഡിൽ കയറി അങ്ങ് പോകാം. ഈ പാലത്തിൽ കൂടെ കയറി പോകാം. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടി പാളത്തിന് അടിയിൽ കൂടെ പോവാണ്. ഞാൻ പോയ സമയത്ത് മേലേക്കൂടെ ഒരു ബസ്സും പോയി. അയ്യോ. ഇതൊരു ചെറിയ കടയും ഉണ്ട്.
അപ്പോൾ ആ കടയിൽ പോയി ചായ കുടിക്കാമെന്ന് കരുതി. അവിടെ ആൾക്കാരാണ്, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അവർ പോയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് കരുതി. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഓരോ ചായയൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. അവിടെ നിന്ന് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ, കുഞ്ഞിക്കിളി, എൻ്റെ അനിയനൊക്കെ ആ ഭാഗത്തോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. ഇതിൻ്റെ മേലെ ഒരു വലിയൊരു മരമുണ്ട്, അവിടെ പോവായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ സമയവും പോയി, അതുകൊണ്ട് ഒത്തിരി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാതെ. ബൈ ബൈ. ബൈ.